ദൈവം സംസാരിച്ചതല്ലേ അത് നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എത്ര തടസ്സമുണ്ടെങ്കിലും ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണെങ്കിലും ദൈവം സംസാരിച്ചതായതുകൊണ്ട് നടക്കുമെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ അത്യത്ഭുതം സംഭവിച്ചിരിക്കും. യേശുവിൻ്റെ അമ്മയായ മറിയ ഗബ്രിയേൽ മാലാഖ വന്നൊരു ദൂത് പറഞ്ഞപ്പോൾ, നിനക്കൊരു തലമുറ ജനിക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്തതുപോലെ. നിങ്ങൾ നോക്കിയോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ എലിസബത്ത് മറിയോട് പറയാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് പിന്നീട് കൺഗ്രാജുലേറ്റ് ചെയ്യും, അഭിനന്ദിക്കുകയാണ് മറിയെ, നിന്നോട് കർത്താവ് പറഞ്ഞപ്പോൾ നീ ഒന്ന് വിശ്വസിച്ചല്ലോ, അത് ഭാഗ്യവതിയാ നീ. ഹല്ലേലൂയ. അതേ സഹോദരങ്ങളെ, എത്ര തടസ്സം ഉണ്ടെങ്കിലും അത് ദൈവം പറഞ്ഞാൽ അത് നടക്കും. ഇപ്പൊ ദൈവത്തിന്റെ മാലാഖയാണ് വന്ന്, ദൂതനാ വന്ന് പറയുന്നത്. ചിലർ പറയത്തില്ല ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ചിലർ പറയുന്നത് ദൈവം പറയുന്നത് എങ്ങനെ കേൾക്കുന്നേ? അതേ പറയുള്ളവരെ, ദൂതന്റെ ശബ്ദമാണ് മറിയ കേട്ടത്. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ വചന ശബ്ദം കേൾക്കുമ്പോൾ ഓർത്തോ, ദൈവം സംസാരിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നതായിട്ട് തന്നെ ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. ഒരിക്കലും നടപ്പല്ലാത്ത ഒരു സംഭവമാണ് മറിയോട് പറഞ്ഞത്. വിവാഹം കഴിക്കാതെ ഒരു പുരുഷനുമായുള്ള ബന്ധമില്ലാതെ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ദൈവം പറഞ്ഞതുകൊണ്ട് നടക്കുമെന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. അത്ഭുതം നടന്നില്ലേ? ഒരു ദിവസം യേശു കടലിന്മേൽ നടന്നു വരുന്ന കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് പറയാണ്, കർത്താവേ, നീ ആണെങ്കിൽ വെള്ളത്തിന്റെ മീതെ നടക്കാൻ എന്നോടും കൂടെ ഒന്ന് കൽപ്പിച്ചാട്ടെ, അല്ലെങ്കിൽ എനിക്കും വേണ്ടി ഒന്ന് പറഞ്ഞാട്ടെ, എനിക്കും ആ വെള്ളത്തിന്റെ മീതെ നടക്കാൻ നീ ആണെങ്കിൽ. യേശു പറഞ്ഞു, നീ വരിക. ഹല്ലേലൂയ, ആമേൻ, നീ വരിക. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യമാണ്, വരിക. നോക്കണം, വെള്ളത്തിന്റെ മുകളിൽ നടക്കാനായിട്ട് കർത്താവിന് പറ്റുമെങ്കിൽ, വിശ്വസിക്കുന്നവൻ ഇത് സകലതും സാധ്യമാണെന്ന് കർത്താവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കും പറ്റുകയല്ലേ? കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു. പത്രോസ് പറയാണ്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. കർത്താവ് ഉടനെ പറഞ്ഞു, വരാൻ പറഞ്ഞു. നീ കുറച്ചുകൂടെ വിശ്വാസമായിട്ട് മതി, ഇപ്പം വേണ്ട എന്നൊന്നും പറയുന്നില്ല. വിശ്വാസം ഉണ്ടോ? ഇപ്പം പോരെ. വിശ്വാസം ഉണ്ടെന്ന് കർത്താവ് ചോദിച്ചില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാൻ കൽപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞത്. നീ വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ കാലെടുത്ത് വെച്ചു. കാല് വെച്ചപ്പോഴേ താഴോട്ട് പോയെന്നല്ല, കാല് വെച്ച് അവൻ നടന്നു. എന്നാൽ പിന്നീടാണ് തിരമാലകളെ കണ്ട് ഭയപ്പെട്ട് മുങ്ങിത്തുടങ്ങുന്നതുകൊണ്ട് കർത്താവിന്റെ കൈ നീട്ടി അവനെ പിടിച്ചിട്ട് പറഞ്ഞു, അല്പവിശ്വാസിയേ, നീ എന്തിന് സംശയിച്ചു? നീ സംശയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നടന്നതുപോലെ നിനക്ക് മറുകര എത്താൻ പറ്റും. അതെ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞാൽ നടക്കുമല്ലോ. അത് ഭയങ്കര വിശ്വാസമായിരുന്നു. പത്രോസിന് മാത്രമാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയത്. നമ്മൾ പത്രോസ് മുങ്ങിയ കാര്യമാണ് നമ്മുടെ മനസ്സിൽ, പക്ഷെ പത്രോസ് നടന്ന കാര്യം ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. അതാണ് വലുത്. ചുരുക്കത്തിൽ അല്പവിശ്വാസിയായിരുന്ന പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കും, കർത്താവ് പറഞ്ഞാൽ നടക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് നടന്നെങ്കിൽ, ഹല്ലേലൂയ, ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങളെ നേടിയെടുക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന ഏത് കാര്യത്തെയും, മറ്റുള്ളവർ ഇനി ഒരിക്കലും നടക്കുക എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ കർത്താവ് പറഞ്ഞാൽ നടക്കുമെന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ കർത്താവ് പറഞ്ഞാൽ അത് നടക്കും. എൻ്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചു. അതുകൊണ്ടല്ല യേശുവിൻ്റെ അമ്മയായ മറിയ ഈ കാനാവിലെ കല്യാണം നടക്കുന്ന വീട്ടിൽ വന്നപ്പോൾ വീഞ്ഞു തീർന്നു പോയി. യേശു അവിടെ കൂടിയിരുന്ന ആളോട് പറയാണ്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. ഹല്ലേലൂയ, ആമേൻ. എന്തെങ്കിലും കർത്താവ് പറഞ്ഞാൽ അത് നടക്കും. അത് പറയുന്നത് കേൾക്കാനുള്ള കാതുണ്ടായാൽ മതി. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. കർത്താവ് പറഞ്ഞാൽ നടക്കും. ഹല്ലേലൂയ. സംശയം വേണ്ട, അവിശ്വാസം വേണ്ട. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. അവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ. ഒരു ദിവസം യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അപസ്മാരം ബാധിച്ച ഒരു കുട്ടിയെ ഒരു പിതാവ് കൊണ്ടുവരികയാണ്. ചെറിയ കുഞ്ഞിലെ തൊട്ടേ തീരും വെള്ളത്തിലൊക്കെ ഇവന് ഉരുണ്ടു വീഴുകയാണ്.
ഒടുവിൽ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ മാറുന്നില്ല. ഒടുവിൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവിടെ വെച്ച് പറയാണ്, നിന്റെ ശിഷ്യന്മാർക്ക് ഇതിനെ സൗഖ്യമാക്കാൻ പറ്റിയില്ല, നിനക്ക് വല്ലതും പറ്റുമെങ്കിൽ ചെയ്യും. യേശു പറഞ്ഞു, നീ എന്താ പറയുന്നത്? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഉടനെ അവൻ നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണം, കുഞ്ഞിന് സൗഖ്യം വേണം. കർത്താവ് അവന്റെ മേൽ കിടന്ന ആ ദുരാത്മാവിനെ ശാസിച്ചു, അവന് സൗഖ്യമായി. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് പറയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങൾ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. മത്തായി 17:17. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എത്രത്തോളം ഇരിക്കും? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വാസമുള്ള തലമുറ നമ്മുടെ അവിശ്വാസങ്ങളെല്ലാം മാറ്റി ദൈവം പറഞ്ഞതല്ലേ നടക്കും. യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തോമസ് ഒരു ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്ന് യേശു ശിഷ്യന്മാരെ തന്നെ കാണിക്കാൻ വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലാത്ത ഒരു സമയമായിരുന്നു. തോമസ് എന്ന് പറഞ്ഞ്, ഞാൻ വിശ്വസിക്കത്തില്ല, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ 11 പേരും 10 പേരും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഉടനെ യേശു പിന്നീട് പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരിക, എൻ്റെ കൈവേലും വിലാപ്പുറത്തും നിന്റെ വിരലുകൾ ഇടുക. അവന് ഇട്ട് കാണുമായിരിക്കും, പക്ഷെ യേശുവിന്റെ അടുത്ത വാക്ക്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 20:27 വാക്യം, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. നമ്മൾ പറയും, ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കൂ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യം തന്നെ അല്ലേ? വിശ്വാസം കാണാത്ത സമയത്തുള്ള ഉറപ്പാണ് നമ്മുടെ. ഹല്ലേലൂയ. അതെ, അവിശ്വാസിയായിരിക്കാതെ വിശ്വാസി. ദൈവം പറഞ്ഞതല്ലേ നടക്കും. കർത്താവ് ഒരു കാര്യം കഴിയില്ലല്ലോ, ഒരു കാര്യം അസാധ്യമല്ലല്ലോ, സകലതും സാധ്യം. എൻ്റെ ദൈവം സാധിപ്പിക്കും. ദൈവം വിശ്വസ്തൻ, ദൈവം ശക്തൻ, സർവശക്തൻ. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കേ, കർത്താവ് നമുക്കൊരു വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ അവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ, അല്പവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിന് സകലതും കഴിയും. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാനും അത് അവൻ പറഞ്ഞതല്ലേ നടക്കുമെന്ന് പറയാനും നമ്മൾ തയ്യാറായാൽ മതി. ദൈവം നടത്തി തരും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വഴി തുറക്കും. എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൻ പ്രവർത്തിക്കും. എൻ്റെ കുടുംബത്തിൽ കർത്താവ് വലിയ കാര്യം ചെയ്യും. ആ രോഗം സൗഖ്യമാകും. കർത്താവ് എനിക്ക് വേണ്ടി പണിയും, എനിക്ക് വേണ്ടി പാതകളെ തുറക്കും. ആ വാക്ക് പറഞ്ഞു, ധൈര്യത്തോടെ പറഞ്ഞു, കർത്താവ് അത് ചെയ്യും. ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ല. പ്രിയ കർത്താവേ, ഈ വചനം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഞങ്ങളുടെ അവിശ്വാസവും സംശയവും മാറ്റി അങ്ങ് എന്ത് പറഞ്ഞോ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ, ആ അത്ഭുതം നടന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളിൽ ദൈവം അത് ആക്ടിവേറ്റ് ആക്കുന്നതിനായി നന്ദി. ഞങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത് കൊണ്ടുതരുന്നതിനായി നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവെക്കുമല്ലോ. God bless you. Have a wonderful day.